പെരിയാറിന്റെ ഓളങ്ങളിൽ കൈകാലുകൾ കെട്ടി അത്ഭുതമായി മാറി 6 വയസ്സുകാരൻ. വടുതല ഡോൺ ബോസ്കോ സ്കൂൾ വിദ്യാർത്ഥി കേദാർ നീന്തിയത് 1 കിലോമീറ്റർ. ചേരാനല്ലൂർ സ്വദേശിയായ മുകുന്ദ ബലികയുടെയും അശ്വാനി എ പ്രഭുവിന്റെയും മകനാണ് ഈ കുഞ്ഞുമിടുക്കൻ. കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയാൽ എങ്ങനെ നീന്താൻ കഴിയും? എന്നാൽ തലയും ശരീരവും കൊണ്ട് മാത്രം നീന്താൻ സാധിക്കുമെന്നാണ് 6 വയസ്സുകാരൻ കേദാർ തെളിയിച്ചത്. ആലുവ മണൽപ്പുറം മണ്ഡപം കടവ് മുതൽ ആലുവ മണൽപ്പുറം വനത്തിലെ അവസാന കടവ് വരെയാണ് കുട്ടി നീന്തിക്കയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ ഡാമുകൾ തുറന്നുവിട്ടതിനെ തുടർന്ന് പെരിയാർ നിറഞ്ഞു കലങ്ങി ശക്തമായി ഒഴുകിയെങ്കിലും പുഴയിലെ ഒഴുക്ക് കേദാറിന് തടസ്സമായില്ല. ഈ 2025 2962 വരെ ഇവിടെ ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിച്ചു. അതിനകത്ത് ഏറ്റവും ചെറിയ കുട്ടിയാണ് നീന്തി കിടന്നത്. കേദാർ 6 വയസ്സുകാരനാണ്. ആദ്യം പെരിയാർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് 2 കൈയും 2 കാലും പുറയിലേക്ക് കെട്ടിയിട്ട് 1 കിലോമീറ്റർ നീളം ഇന്ന് പെരിയാർ നീന്തി. നല്ല ഒഴുക്കുള്ള ദിവസമായിരുന്നു. ആദ്യമേ നമുക്കൊരു ധൈര്യമില്ലായിരുന്നു, കാരണം വെള്ളം കൂടുതൽ, മഴ. ദൈവം സഹായിച്ച് ഇന്ന് എല്ലാം നമുക്ക് അനുകൂലമായിട്ട് നിന്നിട്ട് അടിപൊളിയായിട്ട് കാര്യം കഴിഞ്ഞു. അവൻ നന്നായിട്ട് ചെയ്തു. ഒരു 5-6 ദിവസം ട്രയൽ പോലെ തന്നെ ഉണ്ടായി. 3 ദിവസത്തോളം മടമ്പങ്കടവിൽ നിന്ന് ഇവിടെ ദേശം കടവ് വരെ വന്നു. ബാക്കി നമുക്ക് അവിടെ മറ്റേ കടവിലോട്ടായിരുന്നു. നന്നായിട്ട് തന്നെ ചെയ്തു. സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് കേദാർ നീന്തൽ പരിശീലിച്ചത്. കഴിഞ്ഞ 16 വർഷമായി വാളശ്ശേരി റിവർ സ്വിമ്മിംഗ് ക്ലബ് സൗജന്യമായി 15,000-ലധികം ആളുകളെയാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പാരാ ഒളിമ്പിക്സിൽ പങ്കെടുത്ത 90% ശാരീരിക പരിമിതിയുള്ള 17 വയസ്സുകാരൻ ആസിം വെളമണ്ണ, ആദ്യമായി വേമ്പനാട്ട് കായൽ കീഴടക്കിയ ഭിന്നശേഷിക്കാരനായ 42 വയസ്സുകാരൻ രതീഷ് ഉൾപ്പെടെ 10ഓളം ഭിന്നശേഷിക്കാർ നീന്തൽ പരിശീലിച്ചത് സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ. ഹാപ്പിയായ ഇനി എന്നും കയ്യും കാലം കെട്ടി നീന്തിയാ പോരെ? പോരെ? അതിന് കയ്യും കാലം കെട്ടി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.